ഹലോ, ഇപ്പോൾ സമയം വന്നിട്ട് രാത്രി 12:28 ഈ ടൈമിൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഒരു സാരി ബ്ലൗസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ. നോർമലി പറയുകയാണെങ്കിൽ പ്രിൻസസ് കട്ട് തയ്ച്ചിരിക്കുന്ന ഒരു സാരി ബ്ലൗസാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളോട് ഒരു പ്രിൻസസ് കട്ടിലൊരു ബ്ലൗസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളതിനകത്ത് കസ്റ്റമർക്ക് ചേരുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് വേറെ വർക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബീഡ്സ് വർക്ക് അങ്ങനെയൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കസ്റ്റമർക്ക് നാളെ രാവിലെ കൊടുക്കേണ്ടത് ഇന്ന് നൈറ്റ് ഇപ്പോൾ 10 മണി ആയപ്പോഴേക്കാണ് ബ്ലൗസിൻ്റെ പണി തീർന്നത്. എന്ന് വെച്ചാൽ ബ്ലൗസ് തുന്നി അതിൻ്റെ കൈത്തുന്നത് തുന്നി ഹുക്ക് അടക്കം വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ പണി തീരുന്നത് രാത്രി 10 മണി ആയപ്പോഴേക്കുമാണ്. രാവിലെ കസ്റ്റമർക്ക് വേണം. കസ്റ്റമർക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. നോർമലി ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണുന്ന സമയത്ത് സാധാരണ യൂനക്കിൽ പ്രിൻസസ് കട്ടിലുള്ളൊരു ബ്ലൗസ് ഉണ്ടോ, സാധാരണ ഒരു യൂനക്കിൽ പ്രിൻസസ് കട്ടിൽ. പക്ഷെ നമ്മളിത് കട്ട് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് വേറെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് സാരീൻ്റെ കസവാണ്. ഈ നമുക്ക് കൈയിൻ്റെ എൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ എൻഡിലൊക്കെ ആ ഒരു സാരീൻ്റെ ബ്ലൗസിൽ നിന്ന് മുറിക്കുമ്പോൾ സൈഡിലെ കസവ് ഉണ്ടാവില്ലേ, ആ കസവാണിത്. നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഈ മുകളിൽ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തപ്പം ആ കസവോട് കൂടി കട്ട് ചെയ്തു. ആ കസവ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തു. അപ്പം വേറെ വർക്കൊന്നും ചെയ്യാത്ത ആണെങ്കിൽ കൂടി നല്ല ഭംഗിയിൽ കിടക്കും. എന്ന് വെച്ചാൽ സാരി നമ്മളിങ്ങനെ വെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനോട് വേറെ വർക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഈ ഒരു സിൽവറിൽ ഇതിങ്ങനെ തന്നെ ഭംഗിയിൽ കിടക്കും, നീളത്തിലായിട്ട് ഇങ്ങനെ ഭംഗിയിൽ കിടക്കും. സിൽവർ കളറിൽ അതിൻ്റെ കസവ് സിൽവർ കളറിൽ ഇങ്ങനെ നീളത്തിൽ തന്നെ കിടക്കും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിനകത്ത് ക്ലിയർ ആകുന്നുണ്ട്, ചെറിയ ഡോട്ട്, സിൽവറിൻ്റെ ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ നിലവിലേക്ക് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ വേറെ തുന്നി പിടിപ്പിച്ചതല്ല, ഈ ഭാഗത്ത് വേറെ തുന്നി പിടിപ്പിച്ചതല്ല, നമ്മൾ പോർഷൻ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിയ. ഇതിൻ്റെ ബാക്കാണ് വരുന്നത്. ബാക്ക് നമ്മൾ നല്ല ഡീപ്പ് യു ആണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർക്ക് ചേരുന്ന രീതിയിൽ ഡീപ്പിൽ യു കൊടുത്തിട്ടാണ് നമ്മൾ ഈ കഴുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ ഒരു പോർഷൻ കണ്ട് ഇവിടെ നമ്മൾ ഇത് ബാക്ക് ഓപ്പൺ ആണ്. ഈ ബ്ലൗസ് എന്ന് പറയുന്നത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസാണ്. ഓക്കെ, ബാക്കിൽ നമ്മളിതിൻ്റെ ഹുക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഈ പുറകിൽ ഭാഗം കണ്ടോ, പുറകിൽ ഭാഗത്ത് നമ്മൾ വേറെ വർക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കസവ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയതല്ല, നമ്മൾ വേറെ തന്നെ പീസ് കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബാക്കിൽ നമ്മൾ രണ്ട് ഭാഗത്തും, ഈ ബാക്കിൻ്റെ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് സൈഡിലും നമ്മളത് അതേപോലെ തന്നെ ആ വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ആ വീതിയിൽ തന്നെ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്ന് വെച്ചാൽ ഈ ബ്ലൗസിൻ്റെ മാക്സിമം നമുക്ക് സാരിയിൽ നിന്ന് കിട്ടുന്ന ബ്ലൗസ് പീസ് അല്ലേ, മാക്സിമം നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ബാക്കിലെ പോർഷൻ വരുന്നത്. ഇതിൻ്റെ കൈ നമ്മൾ നോർമലി ഒരു 3-4 നോർമലി മുട്ടിനൊക്കെ എത്രയുള്ള ഒരു കൈയാണ് വരുന്നത്. സാധാരണ കൈക്ക് വേറെ നമ്മൾ വേറെ രീതിയിലോ അങ്ങനെ അല്ലെങ്കിൽ വേറെ മോഡലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ മോഡലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.